വരെ 1 രൂപ ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അപ്പോഴും ഒരു വനിതാ സംരംഭകയാണല്ലോ, കിട്ടിയിട്ടില്ല. നമ്മൾ തകർന്നെന്നറിഞ്ഞാൽ പോലും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഏജൻസിയും വന്നിട്ടില്ല. അപ്പോൾ പക്ഷെ അതെനിക്ക് നല്ലതാണ്. കാര്യം എനിക്ക് ആരോടും അങ്ങനെ കടപ്പാടൊന്നുമില്ല. ഞാൻ വിജയിച്ച് വന്നാലും തകർന്നാലും ഒക്കെ എനിക്ക് എന്നോട് തന്നെ ബോധിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വരും എന്നുള്ളത് അതൊരു പ്രോമിസാണ്. അത് ഞാൻ ഒരു 3 വർഷം കൂടെ സമയം വേണം. ഇൻ ബിറ്റ്വീൻ ഞാൻ ചെറിയ രീതിയിൽ 2026 ചെറിയ രീതിയിൽ ഞാൻ നാച്ചുറൽ ഹെർബൽസിനെ തിരിച്ചു കൊണ്ടുവരും. കാര്യം എനിക്ക് അത്രത്തോളം എൻക്വയറീസ് ആണ്. എന്നെ അങ്ങ് മിസ് ചെയ്തെന്ന് പറയുന്നവരോട്, കാര്യം 14 വർഷമൊക്കെ ഈ അരി കഴിച്ചവരുണ്ടേ. അപ്പൊ എനിക്ക് മിസ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചില നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 2026 തിരിച്ചു വരണം. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. 26 വരട്ടെ. നമുക്ക് എന്താ പറയുക, ഓർഗാനിക് ആയിട്ടുള്ള വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല പ്രൊഡക്ട്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. അല്ല ഇപ്പം മഞ്ഞൾ ഒത്തിരി റിക്വയർമെന്റ് വരുന്ന മഞ്ഞളിന്റെ പൊടി, അത് മഞ്ഞപ്പൊടിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. മഞ്ഞൾപ്പൊടി അല്ല. പിന്നെ മുളക് കാര്യങ്ങൾ, ഇതിലൊക്കെ ചേർക്കുന്ന കാര്യങ്ങൾ ക്യാൻസറസ്, കാർസിനോജൻസ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യം ഇനി തുണി ഉടുക്കുമ്പോഴാണ്. അപ്പൊ ആൾക്കാർ ഓർക്ക് ഈ തുണി ഉടുക്കുന്നതിൽ എന്താണ് ഇത്രയും നമ്മൾ ആലോചിക്കാനുള്ളത്? ഡൈസ് ആസോ ഫ്രീ ഡൈസ് ഉള്ള തുണികൾ നോക്കണം. സ്കിന്നിൽ നമ്മൾ പിന്നെ ഈ ആൾക്കാർക്ക് ക്യാൻസർ വരും. അപ്പം നമ്മൾ പറയും ഈ എന്ത് ചെയ്തിട്ടാണ് ക്യാൻസർ വന്നത്? കാര്യം പുള്ളി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നടക്കുമായിരുന്നു, എടുക്കുമായിരുന്നു, അങ്ങനെയല്ല. ഒരു പൊള്യൂട്ടഡ് ബാക്ക്ഗ്രൗണ്ടിൽ, ഇപ്പം ഒരു ഫാക്ടറിയുടെ അടുത്തൊരാൾ താമസിക്കുന്ന ആളാണ്. ഫാക്ടറിയിലെ പുറന്തള്ളുന്ന വെള്ളത്തിന്റെ മാലിന്യം ആ പരിസരങ്ങളിൽ അവരുടെ കിണറിലും ഒക്കെ എത്തുന്ന സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവർ ശ്വസിക്കുന്ന വായിലുണ്ടെങ്കിൽ അയാൾക്കത് വന്നിരിക്കും. അല്ല, അയാളിപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് നടന്നതുകൊണ്ടോ അയാൾ നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടോ കാര്യമില്ല. ഇല്ല. പിന്നെ എനിക്കറിയുന്ന ഒരാള് ഒരു സിമെന്റ് ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. പുള്ളി ചുമക്കുന്ന കാണുമ്പോഴേ ഞാൻ പറയായിരുന്നു, നല്ലോണം ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് നല്ല പ്രശ്നം ഉണ്ടെന്ന് പറയായിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ചു, ലങ് ക്യാൻസറാ. അപ്പം ഈ ശരീരത്തിന്റെ പുറന്തള്ളലുകളെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതായത് ചുമക്കുന്നുണ്ടോ, ചുമച്ച രോഗിയാണെന്ന് ഞാൻ പറയുന്നില്ല, ആ ചുമ നിർത്തുമ്പോൾ നിങ്ങൾ പ്രശ്നമാവും. ഇപ്പൊ ഒരാള് കണ്ടിന്യൂസ് ചുമക്കുകയാണ്, എത്ര ദിവസം ചുമക്കും? ചുമച്ചു കഴിയുമ്പോ പോയി ആന്റിബയോട്ടിക് കഴിക്കും. ചുമച്ച് പോകേണ്ട കാര്യങ്ങളാണെന്നേ ബോഡി ചുമച്ച് കളയുന്നേ. ബോഡി ഒരു പനി വരുത്തുന്നു. ഞാനിപ്പോ രാവിലെ തീരുമാനിക്കുക, തപസ്സിരിക്കുകയാണ്, എനിക്ക് നാളെ പനി വരണം. ആർക്കെങ്കിലും തപസ്സിരുത്തി പനി വരുത്താൻ പറ്റുമോ? ഇല്ല, പനി വരില്ല. അപ്പൊ പനി വരണമെന്നുണ്ടെങ്കിൽ ബോഡി എന്ത് ചെയ്യണം? ബോഡിക്ക് ഒരു എഫർട്ട് ഉണ്ട്. എന്താ പറയുക, എന്റെ രോഗിക്ക് ഒരു പനി തരാൻ പറഞ്ഞ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവെന്ന് പറയുന്നത്, മനസ്സിലായോ? പക്ഷെ ആ പനി വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ പനിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നിങ്ങളുടെ മാലിന്യത്തെ ഇപ്പൊ നമുക്കൊരു ഛർദിൽ വരുന്നു, വയറിളക്കം വരുന്നു, നിങ്ങളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നിങ്ങളത് നിർത്തുകയല്ലേ? അതെ. യൂഷ്വലി അപ്പോ ഒരു പനി വന്നാലോ അല്ലെങ്കിൽ കഴിക്കില്ല. ഹോസ്പിറ്റലിൽ പോവില്ല. അത് ഡോക്ടേഴ്സിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ പിന്നെ മറ്റേ ആധുനിക വൈദ്യശാസ്ത്രത്തോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ഗൈനക്കോളജിസ്റ്റുകളായവർ എൻ്റെ അടുത്ത് ഡയറ്റിന് ആൾക്കാരെ വിടുന്നുണ്ട്. ഗൈനക്കോളജിസ്റ്റുകൾ ചിലർ അവർ തന്നെ പറയും, ഒരു നാച്ചുറൽ എനർജി, ഒരു നേച്ചറിന്റെ ഒരു ശക്തി ഉണ്ട്. ചിലര് എന്തൊക്കെയാണേലും പ്രഗ്നന്റ് ആവില്ല, അവർക്ക് യാതൊരു പ്രശ്നവും കാണില്ല, ഒരു പ്രശ്നം ലൈഫ് സ്റ്റൈലും ഉണ്ടായിരിക്കും. ഒന്നുമല്ല, അതിനകത്ത് പ്രകൃതിയുടെ ഒരു ഇതുണ്ട്. പണ്ട് ഞങ്ങൾക്ക് നമ്മൾ ഇതൊക്കെ ഓരോന്നൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് എയർ ചെയ്യുമല്ലോ അല്ലെ, എയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വിമർശനങ്ങൾ. പണ്ട് ലെനയുടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞതിനകത്ത് പറഞ്ഞ ഒരു സത്യമുണ്ട്. എന്താന്ന് പറയുമ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ളവര് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ഒരു അസൂയ ഇല്ലാതിരിക്കാൻ, നിങ്ങൾക്ക് ഒരു ആൾക്കാരോട് ശത്രുത ഇല്ലാതിരിക്കാൻ നിങ്ങളുടെ മൈഗ്രെയിൻ മാറുമെന്ന്. ശരിക്കും അതൊരു ഫാക്റ്റാണ്. ശരിക്കും മൈഗ്രെയിൻ എന്ന് പറയുന്നത് മനസ്സിനെ അല്ലെങ്കിൽ ഭക്ഷണത്തെ എല്ലാം ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയ ഒരു അസുഖമാണ് അല്ലേ. അത് ചിലർക്ക് ചികിത്സിച്ചാൽ മാറില്ല, ചികിത്സിച്ചല്ല മാറ്റേണ്ടത് അത് ആക്ച്വലി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ വലിയ പ്രഗത്ഭനായ ഒരാൾ പറഞ്ഞതെന്നാന്ന് പറഞ്ഞാൽ, നിങ്ങൾ മൈഗ്രെയിനുമായി ബുദ്ധിമുട്ടുന്ന ആളാണ്, യു ജസ്റ്റ് ഗോ ടു എ റൂം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രു ലിസ്റ്റിലുള്ളവരുടെയും നിങ്ങൾക്ക് പകയുള്ളവരുടെയും നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നവരുടെയൊക്കെ ലിസ്റ്റ് ചെയ്യുക. കട്ട് 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 മൈഗ്രെയിൻ വിൽ ഗോ. എന്ന് പറഞ്ഞാൽ മനസ്സാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മനസ്സാണ് ശരീരത്തെയും നിയന്ത്രിക്കുന്നത് അല്ലേ. അപ്പം ഞാനത് പറയണേ, അപ്പം നമ്മുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് ഭക്ഷണം, ജീവിതം ഇതിലെല്ലാം സെറ്റാകുന്നതിന് പകരമായി
ഇപ്പം ഏതൊക്കെയോ ഭ്രമങ്ങളിൽപ്പെട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ. ഞാൻ ഒരിക്കലും 50+ ഓർത്ത് കൺസേൺഡ് അല്ല. ആൻഡ് ഐ എം ഓൾസോ ഹിറ്റ് ചെയ്യാൻ പോകുന്നു 50ലേക്ക്. ഞാൻ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഓർത്താണ് ഞാൻ വറീഡ് ആവുന്നത്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ അവരാണ് ഇന്ന് ആരോഗ്യത്തിൽ പ്രശ്നത്തിലായിരിക്കുന്നത്. US കഴിഞ്ഞ ദിവസം ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ഞാൻ അത്ര വ്യക്തമല്ല. എങ്കിൽ പോലും പ്രഷർ, ഷുഗർ, ക്യാൻസർ അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങളിലുള്ളവരെ ഇനി അങ്ങോട്ട് വിസ പെർമിറ്റ് കൊടുക്കുന്നില്ല. ഇനി അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഒക്കെ ഒന്ന് തീരുമാനിക്കേണ്ട സ്ഥിതി വന്നു കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും മാറാൻ നോക്കും, കംബാക്ക്. അപ്പോഴാണ് ഇനി നമ്മൾ നാച്ചുറൽ എഡിബിൾസിനെ കൊണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു തിരിച്ചുവരവായിട്ട് കാണേണ്ടത്. അപ്പൊ ഭക്ഷണം ഇപ്പം ഞാനും ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷെ ഒരു 1% താഴെ പോലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. തുണികളിലേക്ക് വന്നപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നമുക്കൊരു കളർ വേണം. ആ കളറിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ. നമ്മൾ പോയി ക്രീം തുണി എടുക്കുന്നു, വൈറ്റ് തുണി എടുക്കുന്നു, എന്നിട്ട് ഡൈ ചെയ്യുന്നു. എന്നിട്ട് ഇത് നമ്മൾ ദേഹത്ത് ഇട്ടുകൊണ്ട് ഇങ്ങ് നടക്കുകയാണ്, സ്വെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നു അല്ലേ. എന്നിട്ട് അത് പല പ്രവർത്തനങ്ങൾ നടത്തുന്നു. ശരിക്കും നമ്മുടെ DNA മ്യൂട്ടേഷൻ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന പോലെ ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ജനിക്കുള്ളൂ. നമ്മുടെ DNA മ്യൂട്ടേഷൻ വരണം. DNA മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം എന്തിലൊക്കെയോ അവരുടെ സമ്പർക്കം മൂലമോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ശരീരത്തിനുണ്ടായാൽ മാത്രമേ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നുള്ളൂ. മ്യൂട്ടേഷൻ ഉണ്ടായാലാണ് ഇങ്ങനെയുള്ള ഈ പറയുന്ന നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നുള്ളൂ. നമ്മൾ പണ്ടൊരു ഓട്ടിസം ഉള്ള ഒരു കൊച്ചിനെ വൺസ് ഇൻ എ വൈൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര പിള്ളേരെ നമ്മൾ കാണുന്നുണ്ട്. പിള്ളേരെ നിങ്ങളൊന്ന് ഇരുത്താൻ നോക്കി. ഇരിക്കുന്നുണ്ടോ പിള്ളേരിപ്പം? ഒന്നും ഇരിക്കത്തില്ല. അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇനി പോട്ടെ, ഒരു 35-36 വയസ്സ് ഒരു യങ്സ്റ്റേഴ്സിനെ നോക്കിയോ, അവർ ആടത്തേ ഉള്ളൂ. ഒരു കാല് വയ്ക്കും, പിന്നെ ഒരു കാല് വയ്ക്കും, പിന്നെ ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പം അല്ലേ. സമാധാനം ഇല്ല. നമുക്ക് വന്ന് സൗകര്യങ്ങൾ കൂടി വന്നപ്പോൾ സമാധാനം പോയി കിട്ടി നമ്മുടെ അല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു നമുക്ക് നമ്മളിലേക്ക് ഭക്ഷണത്തിലൂടെ മാത്രമല്ല വസ്ത്രത്തിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിലൂടെ ഇല്ലേ. നമ്മൾ എന്തോരം പേര് ഹെയർ ഓയിൽ മേടിച്ച് തേച്ച് മുടി വരും. ഒരു ഹെയർ ഓയിലിനും മുടി വളർത്താനുള്ള ശരിക്കും ഓയിലിന് ഡയറക്ട്ലി ഒരു ബന്ധവുമില്ല മുടിയുമായിട്ട്. പല സ്കിൻ ഡോക്ടേഴ്സും പറയുന്നത് ഹെയർ ഓയിൽ തലയിൽ അങ്ങനെ തേക്കരുത്. വേണമെങ്കിൽ മുടിയുടെ തുമ്പിൽ മാത്രം തേച്ചോ, ഇവിടെ വേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ സ്കാൽപ്പില് ചില ഒരു ഹോട്ട് ഓയിലൊക്കെ വല്ലപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ എടുത്ത് ചുമ്മാ ഒന്ന് തേച്ച് വിടുക. അപ്പൊ ഞാനൊരു 5-6 വർഷമായിട്ട് എണ്ണയൊന്നും തേച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ആരും തലയിൽ എണ്ണ ഉപയോഗിക്കാറില്ല. അപ്പൊ മുടിക്കെന്നും പറഞ്ഞുകൊണ്ട് കിൻഡല് കണക്കിന് ടൺ കണക്കിന് ഹെയർ ഓയിലാണ് ഇവിടെ വിറ്റ് പോകുന്നത്. അതിനകത്തൊരു ടെക്നിക്ക് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ് അത്. മനസ്സ്. ഞാനൊരു എണ്ണ തേച്ചാൽ എൻ്റെ മുടി വളരും എന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞാൽ മുടി വളരും. അത് എണ്ണ തേച്ചുകൊണ്ടല്ല, നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്.